വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഉൽപ്പത്തി 21:19. ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു, അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കുവാൻ കൊടുത്തു. വളരെ വിചിത്രമായി തോന്നുന്ന ഈ വചനത്തിന്റെ പിന്നിൽ കർത്താവ് എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ഒരു രഹസ്യം പൂട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിയണം സഹോദര, നിങ്ങൾ അറിയണം സഹോദര, നിങ്ങൾ കേൾക്കണം സഹോദര. ഈ തുകൽ സഞ്ചി നിറയെ വെള്ളം അബ്രഹാം കൊടുത്തതാണ് ഹാഗാറിന്. എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെ ചുടുമരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ ഒക്കത്ത് വെച്ചു കൊടുത്തതാണ് ഒരു കുടം നിറയെ വെള്ളം. ഒരു കുഞ്ഞിനെ ഒക്കത്തെടുത്തിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൾക്ക് മരുഭൂമിയിൽ വഹിക്കാവുന്ന പരമാവധി സമ്മാനം ഒരു കുടം വെള്ളമാണ്. വജ്രത്തെക്കാൾ പവിഴത്തെക്കാൾ അത് കൊടുത്തു അബ്രഹാം. എന്നിട്ട് എന്നാ പറ്റി? നാഴിക 3 തികയും മുമ്പ് കുഞ്ഞിന്റെ ദാഹത്തിന്റെ മുമ്പിൽ ആ കുടം വറ്റിപ്പോയി. മനുഷ്യൻ തരുന്നതെല്ലാം ഒറ്റ കുടം വെള്ളം. എത്ര ദേവേന്ദ്രനാണെങ്കിലും ഭൂമിയിൽ മനുഷ്യൻ എനിക്ക് തരുന്നതും നിനക്ക് തരുന്നതും വറ്റിപ്പോകുന്ന തുകൽ സഞ്ചി വെള്ളമാണ്. ദൈവം നിന്റെ കണ്ണു തുറക്കും, നീ കിണർ കാണും. ഒരിക്കലും വറ്റാത്ത ദാഹജലത്തിന്റെ കിണർ എന്റെ ദൈവമാണെന്ന് പിടച്ചിലുകളുടെയും പിഴവുകളുടെയും നടുക്ക് തിരിച്ചറിയുന്നവന് ഭാഗ്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവിടെ ഒരു കിണർ കണ്ടു. മനുഷ്യൻ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. മനുഷ്യൻ കൊടുത്ത തുകൽ സഞ്ചി കൊണ്ട് അവൾ നിറച്ചത് ദൈവം നൽകിയ വെള്ളമാണ്. മനുഷ്യനാകുന്ന ഉപകരണങ്ങളിലൂടെ ദൈവം നൽകിയ ജലം സ്വീകരിക്കാൻ തക്കവിധം ബന്ധങ്ങളെ നമുക്ക് വെട്ടിയൊരുക്കാം. കൃപ ദൈവം നൽകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.